എല്ലാവർക്കും നമസ്കാരം. സമ്മാനാർഹരായിട്ടുള്ളവർക്ക് അഭിനന്ദനങ്ങൾ. ശ്രീലാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട, എനിക്കറിയാവുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു ജീവിതയാത്ര വളരെ അനുകരണീയമായ, നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു ജീവിതയാത്രയാണ്. വിജയ് അദ്ദേഹത്തിന്റെ യാത്ര പറയുമ്പോഴും 75 കിലോ മുതൽ 75 ടൺ വരെയുള്ള ഒരു യാത്രയാണ്. ഒരുപാട് മാജിക്കുകളാണ് ചുറ്റും കാണുന്നത്. അപ്പോൾ ചില നല്ല കാര്യങ്ങൾ, നല്ല മനുഷ്യർ, നല്ല ഉദ്ദേശങ്ങൾ, ഇതെല്ലാം കൂടെ ചില പ്രത്യേക പോയിന്റുകൾ സംഗമിക്കുമ്പോൾ പൊതുവെ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് അങ്ങനെ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. ഒരുപാടില്ല, ഇല്ല എന്നുമല്ല. ഇപ്പൊ കുറെ നാളുകൾക്ക് മുമ്പ്, കുറച്ചധികം നാളായി പൊൻകത്തറിന്റെ പരസ്യത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് വളരെ ചെറിയൊരു ഫോട്ടോഷൂട്ടും ചെറിയ പരിപാടികളും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം പൊൻകത്തർ ഒരുപാട് വളർന്നു. ഒരു വ്യക്തിക്ക് വളരാൻ ചിലപ്പം ഗ്രാജുവലായിട്ട് വളർന്നവരുണ്ട്. ഞങ്ങളുടെയൊക്കെ മേഖലയിൽ, സിനിമയിലൊക്കെ ഒരു വെള്ളിയാഴ്ച ഒരു സ്റ്റാറിന് വേണമെങ്കിൽ ഉണ്ടാകാൻ സാധിക്കും. ഒറ്റ സിനിമ റിലീസാകുന്നു, 1 മണിക്ക് അതിന് ഗംഭീര അഭിപ്രായം വരുന്നു, ഒരു നടൻ സ്റ്റാർ ആകുന്നു എന്ന് സംഭവിക്കാൻ പറ്റും. പക്ഷെ ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ്സിന് എപ്പോഴും വളരെ ശ്രമകരമായ ഒരുപാട് പേരുടെ അഭിപ്രായ സമന്വയങ്ങൾക്കപ്പുറമാണ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ജനകീയമാവുന്നത്. പൊൻകത്തറിന്റെ പരസ്യത്തിൽ ഞാൻ വന്ന ശേഷം, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, ഇതിന്റെ 2ാമത്തെയും 3ാമത്തെയും ഒക്കെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീട്ടിൽ പോകുമ്പോൾ 2-3 കൂട്ടുപിടി തന്നുവിട്ടത്. ആദ്യത്തെ ഫോട്ടോഷൂട്ടിന് ഒരെണ്ണം കാലി കവറൊക്കെ ആയിരുന്നു, അടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതിനകത്ത് കാറ്റ് നിറച്ചൊക്കെയാണ് കൊണ്ടുവന്നത് ഷൂട്ടിന്. അപ്പൊ ഞാനൊരു പെട്രോൾ പമ്പിൽ വണ്ടി ഇങ്ങനെ നിർത്തിക്കിരിക്കുമ്പം പെട്രോൾ അടിക്കുന്ന ചേച്ചി പെട്ടെന്ന് എന്നോട് തലയിലിട്ടിട്ട്, സാധാരണ പരിപാടി കാണാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോമഡി കാണാറുണ്ട്, സിനിമ കണ്ടു, ആ സ്റ്റേജിലെ ഗൾഫിൽ നടന്ന ഷോ കണ്ടു, നന്നായി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ വേറെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പം പെട്രോൾ അടിച്ച ശേഷം ചേച്ചി ചില്ല് താത്തിയപ്പം പൊട്ട് കൊള്ളാൻ കേട്ടോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പം എന്റെ പുറകിലിരിക്കുന്നവർക്കും പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇവരോട് എന്നോട് പൊട്ട് നല്ലതായിരുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്നുള്ളത് പുറകിലുള്ളവരും ചോദിച്ചു. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞു എന്നെ ഒരു സംഭവത്ത് ചെയ്തു. പക്ഷെ പിന്നീട് അത് പല സ്ഥലങ്ങളിൽ നിന്നും പലരാലും കേട്ടു. അതെല്ലാം വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നൊരു പരാതിയല്ല, ഒരു തെറ്റല്ല, വളർച്ചയുടെ ഭാഗമായി നിർബന്ധമായും ഉറപ്പായും ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, ഞാൻ ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വേറൊരു ബ്രാൻഡിന്റെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു. അന്ന് അതൊരു ഒറ്റമുറി കടയായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പം ഇതൊരു വലിയ കടയായി വികസിച്ചു. ഒരു വലിയ കടയായി വികസിച്ച ശേഷം അവർ ആ കട വളരുന്നതിനനുസരിച്ച് ഇതിന്റെ ബ്രാൻഡ് അംബാസഡറിനായി മാറ്റിക്കൊണ്ടേയിരുന്നു. മാറ്റി ഒരുപാടല്ല. പിന്നെ ഞാൻ കാണുന്ന ഒരു വലിയ സ്റ്റാറാണ്. അതായത് ഈ 75-750 ടൺ എന്ന് പറഞ്ഞ 75 ടൺ എന്ന് പറഞ്ഞതുപോലെ എനിക്കൊക്കെ വാങ്ങാവുന്നതിന്റെ ഒരു 75 ഇരട്ടി 80 ഇരട്ടി വാങ്ങാവുന്ന ഒരു സ്റ്റാറിലേക്ക് അവർ പോയി. നല്ല കാര്യമാണ്. ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ വളർച്ചയിൽ അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും എന്നേക്കാൾ ഇതിലും വലിയ അവസ്ഥയിൽ പോകുന്ന ഒരാളെ വിളിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് സന്തോഷിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന പോയിന്റിൽ, ഈ വളർച്ചയിലും ഇവരിടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ വിളിച്ച് ഫോട്ടോ എടുത്ത് ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിലനിർത്തുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ചില പോയിന്റുകൾക്ക് വ്യവസായികമായ കണ്ണുകൊണ്ട് മാത്രമല്ലാതെ ചില കാഴ്ചകൾ കാണാൻ സാധിക്കുന്നിടത്ത് ചില ന്യായമായ വിജയങ്ങൾ സാധ്യമാണ്. അത്തരത്തിലൊന്നാണ് ഈ ബ്രാൻഡിന്റെ ഒരു വിജയം എന്ന് ഞാൻ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്നു. പിന്നെ ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്റെയൊക്കെ ജോലി പരമാവധി ഹാപ്പിനെസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഉത്സവം നടക്കുന്ന സ്ഥലത്ത്, പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സ്ഥലത്ത്, കട ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ കൂടുതലും വിളിക്കുന്നത്, ഞങ്ങൾ പോകുന്നതും ചെയ്യുന്നതുമെല്ലാം. അപ്പൊ എപ്പോഴും ഒരു സന്തോഷത്തിന്റെ വക്താക്കളായി സന്തോഷമുള്ള സ്ഥലങ്ങളിലായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ തൊഴിലിന്റെ പ്രത്യേകതയോ ഒക്കെയാണ്. ഇവിടെയും ഇപ്പം ഇവരുടെ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കുന്നു. ആർക്കെല്ലാം സമ്മാനം കിട്ടിയിരിക്കുന്നു, അവരെല്ലാം സന്തോഷത്തിലാണ്. ഇവരും ഒരു പ്രൊഡക്റ്റ് എന്നുള്ളിടത്ത് 60-ലധികം പ്രൊഡക്റ്റിലോട്ടും ഇന്ത്യ മുഴുവനുള്ള സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ വളർന്നിരിക്കുന്നു. അങ്ങനെ ഒരു നല്ല വളർച്ചയുടെ ഭാഗമാകാൻ നമുക്ക് പറ്റുന്നു എന്നത് ഒരു ഭാഗ്യമാണ്. ഈ വളർച്ച ആശീർവാദം ഇതുപോലെ തുടരട്ടെ. ആരോഗ്യകരമായ നല്ല മാറ്റങ്ങൾ സന്തോഷപൂർവ്വം തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇനിയും സുദീർഘമായി ഈ ഒരു അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. സംഗതി
ഇനി എനിക്ക് പകരം തിരിച്ചൊരു വെർഷൻ കൂടി ഉണ്ട്. എനിക്ക് പകരം ആദ്യം തന്നെ ഇവർ ലോകത്തിലെ ഏറ്റവും നല്ലൊരു നടനെ, ഒരു ഹോളിവുഡ് നടനെ കൊണ്ടുവന്ന് ചെയ്തിരുന്നെങ്കിലും ഈ പുട്ടുകൂടി നല്ലതല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ലായിരുന്നു എന്നുള്ളത്. അപ്പം ആത്യന്തികമായി ഇവരുടെ പ്രൊഡക്റ്റുകൾ വളരെ നന്നായിരുന്നു എന്നതാണ് ഈ വിജയത്തിന്റെ ഒരു വലിയ രഹസ്യം. ഉപയോഗിക്കുന്നവർക്കും അടിക്കുന്നവർക്കൊക്കെ അറിയാലോ. ഒരു തുണി തൊട്ട് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പാടായിരിക്കും, ഒരു വണ്ടി ചിലപ്പോൾ നമുക്ക് അറിയാൻ പാടായിരിക്കും. പക്ഷെ ഭക്ഷണത്തിന്റെ ഒരു മെനു മനസ്സിലാക്കാൻ ഒരു വലിയ സ്കില്ല് ആർക്കും ആവശ്യമില്ല. ജസ്റ്റ് എടുത്ത് തിന്നു നോക്കിയാൽ അറിയാം ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അങ്ങനെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആളുകളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ജഡ്ജ് ചെയ്ത് വിജയിച്ച ഒരു ബ്രാൻഡിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഈ ഭാഗ്യമായി കരുതുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ. നന്ദി.